സാധാരണ മനുഷ്യൻ ഒരു ആത്മീയ തലത്തിൽ എങ്ങനെ എത്തി? സാധാരണ മനുഷ്യനാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അതെ. 98% ആൾക്കാരും റിസീവ് ചെയ്യാൻ തയ്യാറാണ്. അതെ അതെ. അപ്പം ആ റിസീവിങ് കപ്പാസിറ്റി ഇപ്പോൾ അവർക്ക് ഭയമായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ റിജക്ഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജിയെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്നതാണ് ബൗദ്ധി ഹീലിംഗ് എന്ന് പറയുന്നത്. ക്ലെൻസ് ചെയ്യാൻ ആർക്കാ പറ്റുക? ഒരു ഹീലറിന് പറ്റും. ഒരു ഹീലറിനും അപ്പുറം നല്ലൊരു ഗുരുവിന് പറ്റും. നല്ലൊരു ഗുരുവിനും അപ്പുറം നല്ല ചൈതന്യമുള്ള ഗൗതമ സിദ്ധാർത്ഥനെ ബുദ്ധനാക്കിയത് ബോധിമരച്ചോട്ടിലെ ധ്യാനമാണോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം പ്രതിഭേട്ടനെ സംബന്ധിച്ച് പ്രതിഭേട്ടൻ ബുദ്ധൻ്റെ കൂടുതലും ധ്യാന സങ്കല്പങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ബോധിമരച്ചോട്ടിൽ നിന്ന് ബുദ്ധൻ ധ്യാനം ചെയ്തത് എപ്രകാരമാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? രാഹുലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിരവധി ഇൻ്റർവ്യൂസിൽ പലരും പലരോടും ചോദിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഇല്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന മോങ്സുമായിട്ട് ഇടപഴകുന്ന സമയങ്ങളിൽ ഓരോ ആൾക്കാരിൽ നിന്നും ഓരോ രീതിയിൽ ടെക്നിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് പഠിക്കാമെന്ന് വെച്ച് പോയാലും പറഞ്ഞു തരില്ല. പക്ഷേ ഓരോ സമയങ്ങളിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന അറിവുകൾ പല രീതിയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വന്ന് കൺക്ലൂഷനിൽ നിൽക്കുന്നത് സാധാരണ മനുഷ്യൻ ഒരു ആത്മീയ തലത്തിൽ എങ്ങനെ എത്തി? സാധാരണ മനുഷ്യനാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. ഒരു വളരെ ആത്മീയ ചൈതന്യമായിട്ട് പ്രവഹിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം പരത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മനോധ്യാനം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ കേട്ടുവന്നതെന്ന് പറഞ്ഞാൽ മനോധ്യാനം എന്ന് പറഞ്ഞാൽ മനോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനം, മെഡിറ്റേഷൻ അല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ മെഡിറ്റേഷനാണ്. എല്ലാ മനുഷ്യനിലും ഒരു ആത്മീയ ചൈതന്യമുണ്ട്. അത് എങ്ങനെ പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ആത്മാവിൻ്റെ നിയോഗം ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായ ഗുരു ഉപദേശപ്രകാരം പോകുന്നൊരു വ്യക്തിക്ക് ചൈതന്യം 100% ഉണ്ടാവും. പലപ്പോഴും അവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബോധിമരച്ചോട്ടിലാണ് ബുദ്ധൻ ഇരുന്നത്. അപ്പം ബോധിമരത്തിന്റെ മികവാണ് ബുദ്ധനെ ബുദ്ധനാക്കിയതെന്ന് പറയുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധൻ അവിടെ ഒരു ധ്യാന പ്രക്രിയയിലായിരുന്നു. ആ ധ്യാന പ്രക്രിയ പൂർണ്ണമായപ്പോഴാണ് യഥാർത്ഥ ബുദ്ധനായത്, അതായത് സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറിയത്. അപ്പോൾ ആ ഒരു ധ്യാന പ്രക്രിയ എന്താണെങ്കിലും ബുദ്ധന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മനോധ്യാനം എന്ന് തന്നെയാണോ അതിൻ്റെ പേര് വരുന്നത്? അല്ല, മനോധ്യാനം എന്ന് പറയുന്നത് ഇത് ശരിക്കും മനുഷ്യൻ്റെ ധ്യാനത്തിനെ ആൾക്കാർ പറയുന്ന പേരാണ്. ശരിക്കും അങ്ങനൊരു പേരല്ല. അതിനകത്തൊരു 3 പ്രിൻസിപ്പിളുണ്ട്. ഒന്നെന്ന് പറയുന്ന മനോധ്യാനത്തിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് വരുന്നവരാണ്. അറിഞ്ഞും അറിയാതെയും പലരെയും വേദനിപ്പിച്ചും മുൻജന്മങ്ങളിലെ കർമ്മങ്ങൾ ഏറ്റുവാങ്ങിയാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ക്ലെൻസ്ഡ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ രണ്ടുപേരും ക്ലെൻസ്ഡ് അല്ല. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ ആർക്കാ പറ്റുക? ഒരു ഹീലറിന് പറ്റും. ഒരു ഹീലറിനും അപ്പുറം നല്ലൊരു ഗുരുവിന് പറ്റും. നല്ലൊരു ഗുരുവിനും അപ്പുറം നല്ല ചൈതന്യമുള്ള പരമ്പരയ സിദ്ധിയിൽ നിൽക്കുന്ന ഗുരു വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ സിദ്ധിയുള്ള ഒരാൾക്ക് 100% ഒരാളെ ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ മനോധ്യാനത്തിൽ വരുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ബൗദ്ധിക് ഹീലിംഗ് കൊടുക്കും. ഒരാൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീൽ ചെയ്ത് അദ്ദേഹത്തിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കും. അതാണ് ബൗദ്ധിക് ഹീലിങ്ങിൻ്റെ പ്രത്യേകത. ബൗദ്ധിക് ഹീലിംഗിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഈ സോൾ പ്രസൻസ് ഒക്കെ ഉള്ളത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ വരുന്നതിനെ നമുക്ക് ചെയ്തുള്ളൂ. സോൾ പ്രസൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം കൺസീവ് ചെയ്യുന്ന സമയമാണ്. ടൈം ഒരുപാട് എടുക്കും. അതിന് കൃത്യമായ പ്രൊസീജിയറുണ്ട്. അതിനേക്കാളും സാധാരണ രീതിയിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീതികളോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരീരത്തിനേക്കാൾ അപ്പുറം മനസ്സിനെ ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെറുപ്പകാലം മുതലുണ്ടാകുന്ന അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഡ്രോമാസ് ഉണ്ടാവും. ചില സമയത്ത് പേടിയായിരിക്കും വരിക. നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്ന സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു മെൻ്റൽ വികാസം, മാനസിക വികാസം. അമ്മ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടി കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സഫർ ചെയ്യും. അമ്മ അത്രയും പേടിച്ചും ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോവുകയാണെങ്കിൽ, അമ്മ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ ഒരു മാനസിക ഡ്രോമ ഉണ്ടാകും. അമ്മ ഭയങ്കര ഹാപ്പിനെസ്സോടാണ് പോവുകയാണെങ്കിൽ ആ കുട്ടി എന്താ പറയുക, ഒരു അജയൻ എന്നൊക്കെ പറയില്ലേ, കുട്ടിക്ക് ഭയങ്കര എപ്പോഴും മെൻ്റൽ പവർ ആയിരിക്കും.
അത് ഈ അമാവാസി മാസങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ടോക്ക് നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബൗദ്ധിക് തലങ്ങളിൽ നിന്ന് ബൗദ്ധിക് ഹീലിങ്ങോട് കൂടി ഒരാളെ ഹീൽ ചെയ്ത് പൂർണ്ണമായിട്ട് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണോ ബുദ്ധിസ്റ്റുകളും കൃത്യമായി ചെയ്തു? ബുദ്ധിസ്റ്റ് നോർമലി പറയാറില്ല, നോക്കി ക്ലെൻസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമ്മളെ കുറച്ച് സമയം ബുദ്ധിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരു റെസ്പെക്റ്റഡ് മോങ്കാണ്, ഒരു നല്ല തലത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ വെറുതെ നോക്കിയിരിക്കും കുറച്ച് സമയം, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അവിടെ മൗനവ്രതം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ ബില്യനേഴ്സൊക്കെ മാത്രം വരുന്നതാണ്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. 6, 7, 21 ദിവസം ആരും ഒന്നും സംസാരിക്കില്ല, ഫോൺ എടുക്കില്ല. അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആ പ്രകൃതിയുടെ എനർജിയെ സംശീകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ നോക്കിയിരിക്കും. ആക്ച്വലി നമ്മുടെ തേർഡ് ഐയിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്ത് നമ്മളെ ക്ലെൻസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. നമ്മളൊരു മോങ്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അവർക്ക് അറിയാൻ പറ്റും. എൻ്റെ ഫ്രണ്ടിൽ വരുന്നവരുടെ ഒരു പരിധിവരെയുള്ള മെൻ്റൽ സ്റ്റെബിലിറ്റി എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് യൂണിവേഴ്സിൽ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് പേടിച്ചൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പേടിച്ച് വിളിക്കുന്നവരുണ്ടാവും. വിളിക്കുന്ന സമയത്ത് ആദ്യമേ പല പ്രശ്നങ്ങളിൽ വിളിക്കുന്നവരുണ്ടാവും. എത്രയോ പേര് ചോദിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് തന്നെ കാണുന്ന ഒരുപാട് പേർക്ക് റിപ്ലൈ ഇടാനും പറ്റും. അവർ സംസാരിച്ച് കഴിയുമ്പോൾ പറയും എനിക്കൊരു വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട്. രാഹുലെ, അപ്പോൾ ഈ പറയുന്ന ബൗദ്ധിക് ഹീലിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നോർമലി ഒരാളെ ക്ലെൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം പ്യൂരിറ്റിയോടുകൂടി ഈ പറയുന്ന പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, മനോധ്യാനിലേക്ക് കൊണ്ടുവരിക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയും നമ്മുടെ എനർജിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, അതിനാണ് പറയുന്നത് താന്ത്രിക് ചന്ദ്ര എന്ന് പറയും. താന്ത്രിക് ചന്ദ്ര, അതായത് ചന്ദ്ര ഊർജ്ജത്തിനെ താന്ത്രിക് രീതിയിൽ എങ്ങനെ നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്യാം. അതൊരു ഒരു ഒരു ടെക്നിക്കാണ്. നമ്മളത് പഠിപ്പിച്ചു കൊടുത്ത് പൂർണ്ണമായിട്ടും ചന്ദ്രൻ്റെ ഊർജ്ജത്തെ നമ്മൾ സഹസ്രാരത്തിലേക്ക് ഒബ്സർവ് ചെയ്തതിന് ശേഷം സഹസ്രാരത്തിൽ നിന്നും ഓരോ ബോഡി പാർട്സിലേക്ക് നമ്മൾ എനർജീസ് ചെയ്യിപ്പിക്കുന്നു. ഇൻറ്റേർണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ് താന്ത്രിക് ചന്ദ്ര. എന്നിട്ട് ലാസ്റ്റ് ഈ എനർജിയെ നമ്മുടെ ബോഡിയിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. പൂർണ്ണമായിട്ട് അവർക്ക് വിഷ്വലി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ബോഡിയിലേക്ക് യൂണിവേഴ്സൽ എനർജിയെ സ്വാംശീകരിക്കുന്നതാണ്. ആ യൂണിവേഴ്സൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് ചന്ദ്രോർജ്ജത്തിനെയാണ് സ്വാംശീകരിക്കുന്നത്. പല രീതിയിലുള്ള ധ്യാനങ്ങളും പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബുദ്ധ അല്ലെങ്കിൽ ഈ മോങ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്കിൻ്റെ ഒരു കോർ വേർഷനാണത്. ഇത് ശരിക്കും സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഇത് ഇവർ ഇൻറ്റേർണലി അവർ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അവർക്കൊരു ബോഡി പെയിൻ വരികയാണെങ്കിൽ അപ്പോൾ ചോദിക്കും അലോപ്പതി ഇല്ലേ വേണ്ടതെന്ന് ചോദിക്കും. അലോപ്പതി 100% വേണം, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവരുടെ കോൺഫിഡൻസ് ലെവൽ, അവരുടെ ഒരു വിൽ പവർ കൊണ്ട് നമ്മളിപ്പോൾ റേക്കി, പ്രാണി ഹീലിംഗ്, ഈ പറയുന്ന ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നവർ പല ഇൻറ്റേർണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പീക്ക് വേർഷനാണത്. അത്രയും എനർജി അവർ സ്വാംശീകരിച്ച് ബോഡിയിലേക്ക് കൊണ്ടുവന്ന് ക്ലെൻസ് ചെയ്യിപ്പിക്കും. അതാണ് ഈ പറയുന്ന താന്ത്രിക് ചന്ദ്ര എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവോഹം പ്രൊട്ടക്ഷനാണ്. ശിവോഹം പ്രൊട്ടക്ഷൻ ഞാൻ പറയാതെ എന്താണെന്ന് അറിയാമല്ലോ. മഹാദേവൻ്റെ ഏറ്റവും വലിയ പവർഫുൾ ടൂളുകളായ പകലിടുന്ന ഒരു വേരിയൻസ് ഉണ്ട്, രാത്രി ഇടുന്ന ഒരു വേരിയൻസ് ഉണ്ട്. ഇത് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരാൾ ഇതിലേക്ക് വരുന്ന സമയത്ത്, മനോധ്യാനിലേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ക്ലെൻസ് ചെയ്ത് ബൗദ്ധിക് ഹീലിംഗ് കൂടെ ക്ലെൻസ് ചെയ്യിപ്പിച്ചിട്ട് യൂണിവേഴ്സൽ എനർജിയെ സ്വാംശീകരിക്കുന്നത് താന്ത്രിക് ചന്ദ്ര വഴി ചെയ്യിപ്പിച്ച് ആ പ്രൊസീജിയർ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ശിവോഹം പ്രൊട്ടക്ഷൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഒരാൾ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരിടത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ കോൺഷ്യസ് ലെവൽ ഓക്കെ ആയിരിക്കും, പക്ഷേ സബ് കോൺഷ്യസ് ലെവൽ ഓക്കെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ IC, അതായത് ഒരു കോൺഷ്യസ് ലെവൽ, ഞാൻ എൻ്റെ കോൺഷ്യസ് ആണത്. എൻ്റെ കോൺഷ്യസിനെ ആ ലെവലിലേക്ക് ബോധമുള്ളവനാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്, വേറൊരാളുടെ അല്ല. അവിടെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഗസ്റ്റിനോട് പറഞ്ഞാണ് 98% ആൾക്കാരും റിസീവ് ചെയ്യാൻ തയ്യാറാണ്. അതെ. അപ്പം ആ റിസീവിങ് കപ്പാസിറ്റി ഇപ്പോൾ അവർക്ക് ഭയമായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ചിന്തയാണ് അവരെ റിസീവ് ചെയ്യിപ്പിക്കുന്നത്. അതെ. അപ്പം അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറത്തുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഉറപ്പാണ്. അതിനകത്ത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഈ വീഡിയോ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം ലൊക്കേറ്റ് ചെയ്യുന്ന ദുബായിലാണ്. ഒരു എമിറേറ്റ്സ് ID മിസ്സായി. അതിൻ്റെ പേരിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് വന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് കരയാണ് ഫോണിൽ കൂടെ. അപ്പം ഞാൻ നോർമലി ഒരു കൺസൾട്ടേഷൻ കോളാണെങ്കിൽ ടൈം കൊടുത്ത് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 100 കാര്യങ്ങൾ നിൽക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഒരാളെ വേദനിപ്പിക്കാതെ എന്നെ പിന്നെ വിളിക്കുമെന്നായിരിക്കും കൂടുതൽ ആൾക്കാരുടെയും പറയുന്നത്. ഇപ്പോൾ ഷൂട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇവർക്കറിയില്ല, നമ്മൾ മനഃപൂർവ്വം കോളെടുത്തില്ല എന്ന് വിചാരിക്കും. പക്ഷേ തിരിച്ച് ഞാൻ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പരിധിക്ക് മേളിലൊന്നും കോളൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ആദ്യം ഫോണിൽ കരച്ചാണ്, പ്രദീപേട്ടാ. അപ്പോൾ ചോദിച്ചാൽ എനിക്ക് പരിചയമുള്ള ആരോ ആണെന്ന് ഞാനും വിചാരിച്ചു.
എന്നിട്ട് പറഞ്ഞു, പ്രദീപ് ജി എനിക്കിങ്ങനെ ഒരു സംഭവം പറ്റി, എമിറേറ്റ്സ് ഐ ഡി മിസ്സായി, അയാളുണ്ട് ലീഗലി കേസ് ഫയൽ ചെയ്യണം, കേസ് ഫയൽ ചെയ്താൽ ഞാനകത്ത് പോകുന്നത്, ആ CCTVയിൽ ഓൾറെഡി ഉണ്ട്, ഞാൻ ആ ID കാർഡ് കളക്ട് ചെയ്ത് 3 പേരുടെ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ശിവോഹം തുടങ്ങിയിട്ട് 3rd ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 12 hours ID കാർഡ് കിട്ടും. അത് എൻ്റെ ഒരു സംഭവമൊന്നുമല്ല, ഞാനിങ്ങനെ പറഞ്ഞു 12 hours കിട്ടും. അടുത്ത ദിവസം ഞാനത് ജപത്തിൽ ആഡ് ചെയ്യുകയും ചെയ്തു വരെ. അപ്പം ഞാനത് ഗുരുക്കന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇങ്ങനൊരു സംഭവമുണ്ട്. അതായത് ശിവോഹത്തിൽ വരുന്ന ഒരാൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കും. ഡിറ്റാച്ച്മെൻറ്റ് പല ആൾക്കാരും പല എക്സ്പീരിയൻസാണ് വിളിച്ച് പറയുന്നത്. നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാർ അതിൽ നിന്ന് വിട്ടുപോകും. 2, പോസിറ്റീവ് അനുഭവങ്ങൾ കൂടെ ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റികൾ വരും, ഒരുപാട് ഓപ്പർച്യൂണിറ്റി. അതായത് ഇതുവരെയും ചിലപ്പം കേസിൽ കിടക്കുന്ന വസ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം, ജോലി കിട്ടാത്തവർക്ക് ജോലി, ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു എക്സ്പീരിയൻസാണിത്. വെരി നെക്സ്റ്റ് ഡേ 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ എവിടെ വേണോ ഒന്ന് കാണാം, എനിക്ക് ID കാർഡ് കിട്ടി. അത് എൻ്റെ കഴിവൊന്നുമല്ല. ആ കഴിവെന്ന് പറഞ്ഞാൽ ശിവോഹത്തിനെ അവർ പ്രോപ്പറായിട്ട് കൺസീവ് ചെയ്തു. ഇപ്പോൾ രാഹുൽ പറഞ്ഞ ഒരു റിസീവ് ചെയ്യാൻ തയ്യാറെന്ന് പറഞ്ഞില്ലേ, അവർ ശിവോഹത്തിനെ പ്രോപ്പറായിട്ട് കൺസീവ് ചെയ്തു, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും. അതെ. ഈ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളെ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ റിജക്ഷൻ സംഭവിക്കും. ആ റിജക്ഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ബോഡിയിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജിയെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്നതാണ് ബൗദ്ധി ഹീലിംഗ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ബൗദ്ധി ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഹീൽ വേണോ ചെയ്യൂ, പക്ഷേ 100% ആ ഹീലിങ്ങിൽ കൂടെ നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന എനർജി പോയി എന്ന് വിശ്വാസം വന്നിട്ട് നല്ല കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ രാവിലെ ഈ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കും. അപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ എന്താ പറയുക, വൈറ്റമിൻ സിയും അല്ലെങ്കിൽ ഒമേഗ ഇതൊക്കെ കഴിക്കുമ്പോൾ ആദ്യം എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? നിങ്ങൾ ഡീറ്റോക്സ് ചെയ്യാൻ പറയും. ഏത് ബോഡിയെ ക്ലെൻസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമായിരിക്കും ഇത് കഴിക്കാൻ പറയുന്നത്. അതുപോലെയാണ് ഈ പ്രൊസീജിയറും. മെൻ്റലി നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് എന്ത് എനർജി നമ്മൾ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ബോധമനസ്സ് അതിനെ ഉൾക്കൊള്ളും. അപ്പോൾ റിജക്ഷൻസ് വരില്ല, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് റിജക്ഷൻസ് വരും. ഇതാണ് മനോധ്യാൻ എന്ന് പറയുന്നത്.